ഹായ് എവരിവൺ, എവർക്കും ട്രാപ്പ് ഇടമലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോളിയം ട്രാപ്പിനെ കുറിച്ചാണ്. ഓക്കെ, മാർക്കറ്റിലെ വോളിയംസ് എങ്ങനെ, അല്ലെങ്കിൽ ആ വോളിയത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ ട്രാപ്പ് ട്രേഡിങ്ങിനകത്ത് ഉപകാരപ്പെട്ട് നമുക്ക് എൻട്രി എടുക്കാമെന്ന് പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ഇത് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത കാര്യമാണ്. ഓക്കെ, ബാക്ക് ടെസ്റ്റ് ചെയ്ത കാര്യം, അതിനൊപ്പം തന്നെ വീഡിയോ അവസാനം ഞാൻ എൻ്റെ ഒരു ട്രേഡിംഗ് എഡ്ജ് കൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ, നിങ്ങൾ ഫ്യൂച്ചർ ചാർട്ട് ഓപ്പൺ ചെയ്യുക ട്രേഡിംഗ് വ്യൂവിൽ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് മാക്സിമം ഫ്യൂച്ചർ ചാർട്ടിന് അനുസരിച്ച് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാൻ സമയം കളയുന്നില്ല. ഫ്യൂച്ചർ ചാർട്ടിനകത്താണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വോളിയം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സ്പോട്ട് ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ട്രേഡിംഗ് വ്യൂവിൽ ഇവിടെ ഫ്യൂച്ചർ ചാർട്ടിനനുസരിച്ചാണ് കൂടുതൽ പ്രീമിയംസിൻ്റെ മൂവ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. സോ ഞാൻ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഓൺലി ഫ്യൂച്ചർ ചാർട്ടാണ് കൂടുതലും നോക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എൻട്രി. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു എൻട്രി എടുത്തതിന് വലിയ റീസൺ, ഇത് ക്ലിയർ ട്രാപ്പ് ട്രേഡിങ്ങിനനുസരിച്ചാണ് ഞാൻ എൻട്രി എടുത്തത്. ഓക്കെ, ട്രാപ്പ് ട്രേഡിങ് അനുസരിച്ച് എങ്ങനെ എൻട്രി എടുത്തു എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക. ഇവിടെ എന്താണ് ഓൾറെഡി മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ക്ലിയർ ഒരു നല്ലൊരു സ്ട്രോങ് അപ്പ് ട്രെൻഡ്, ലാസ്റ്റ് ഡേ ഒരു നിയർ 1500 പോയിന്റിൻ്റെ ഒരു മൂവ് ഓൾറെഡി മാർക്കറ്റ് തന്നു കഴിഞ്ഞു. ഓക്കെ, തന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ വലിയൊരു മൂവ് തന്നു കഴിഞ്ഞ സ്ഥിതിക്ക് മാർക്കറ്റ് സൈഡ് വൈസ് അല്ലെങ്കിൽ വോളറ്റൈൽ ക്രിയേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നടക്കാൻ സാധ്യതയുള്ള സമയത്ത് നമ്മളിവിടെ എങ്ങനെ ചാടിക്കേറി എൻട്രി എടുക്കണോ അതോ വെയിറ്റ് ചെയ്ത് എൻട്രി എടുക്കണോ? അപ്പോൾ ഞാൻ എൻട്രി എടുത്തത് ഈ ഏരിയ എന്നാണ്. ഓക്കെ, ഈ ഏരിയ നിന്ന് എൻട്രി എടുത്തു. ചെറിയൊരു പുഷിൽ തന്നെ എനിക്ക് 100 പോയിന്റ് പ്രീമിയം കിട്ടി. ഓക്കെ, ഞാനിപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ ഇത്രയും വലിയൊരു മൂവ് വന്നു, അതിന് വലിയ റീസൺ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങളത് ശ്രദ്ധിച്ച് കാണുക. അതിന് മുന്നേ നമുക്ക് നോക്കേണ്ടത് വോളിയംസ് ആണ്. ഓക്കെ, മാർക്കറ്റ് അതിന് മുന്നത്തെ ദിവസങ്ങളിൽ ഈ ഒരു മൂവിൻ്റെയും ഞാൻ ഓൾറെഡി അപ്ഡേഷൻ ചാനലിൽ തന്നിട്ടുണ്ട്. നോക്കുക, ഈ ഒരു ഏരിയ തൊട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മാർക്കറ്റിലെ ഈ ഏരിയ. ഓക്കെ, ഇതൊരു സ്ട്രോങ് ആയിട്ട് സെല്ലിങ് വന്നു. അപ്പോൾ ഇവിടെ നല്ല വോളിയം നോക്കുക. ഇവിടെ റൈസിങ് വോളിയമാണ്, സെൽ സൈഡിൽ റൈസിങ് വോളിയമാണ്. ഓക്കെ, അതിന് മുന്നേത്തെ വോളിയം തീർത്തും കുറവാണ്. ഓക്കെ, ഈ സെൽ സൈഡിൽ സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു മൂവിനകത്തും റൈസിങ് വോളിയമാണ് ഇവിടെയും ഉള്ളത്. ഓക്കെ, ഈ വന്ന വോളിയം നല്ല റൈസിങ് വോളിയമാണ്. നിങ്ങൾ നോക്കി തന്നെ മനസ്സിലായി, ഈ വന്ന വോളിയം നല്ല റൈസിങ് വോളിയമാണ്. അതിനർത്ഥം എന്താണ്? ഈ ഏരിയയിൽ ബയേഴ്സ് ഒരല്പം ഡോമിനൻ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ? തൊട്ടടുത്ത് എന്താ നോക്കേണ്ടത്? തൊട്ടടുത്ത ഈ റെസിസ്റ്റൻസ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഓൺലി മാർക്കറ്റ് വന്ന് ടച്ച് ആയതും ഒരു പുൾ ബാക്ക് താഴത്തോട്ട് വരികയാണ്. ഓക്കെ, ഒരു പുൾ ബാക്ക് താഴത്ത് വരുമ്പോൾ ഈ മാർക്കറ്റ് വന്നത് കണ്ടോ, വലിയ സ്ട്രോങ് ഇല്ലാത്ത രീതിയിലാണ് മാർക്കറ്റ് താഴ്ത്തു വന്നത്. അപ്പം ഇങ്ങനെ താഴ്ത്തു വരികയാണ്, എക്സാക്ട് റെസിസ്റ്റൻസിൽ ടച്ച് ആയതും താഴ്ത്തു വരികയാണ്. താഴ്ത്തു വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഒരു ഏരിയയിൽ സംഭവിച്ചത് എന്താണ്? ഇവിടെ റൈസിങ് വോളിയമാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? റൈസിങ് വോളിയം ഉണ്ടോ? ഡിക്ലൈൻ വോളിയമാണ് ഈ ഏരിയ. ഓക്കെ, ഈ ഏരിയയിൽ ഡിക്ലൈൻ വോളിയമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ എൻട്രി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്ന് സെല്ല് ചെയ്തു, തിരിച്ച് ഈ ഏരിയയിൽ സെല്ല് ചെയ്തു. ഓക്കെ, നോക്കുക, ഇവിടുത്തെ ഡിക്ലൈൻ വോളിയമാണ്. അതിനുശേഷമുള്ള ഈ വോളിയം നോക്കുക, ഈ ഒരു മൂവിലെ വോളിയം. ഓക്കെ, നോക്കുക എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് വോളിയത്തോടുകൂടി, റൈസിങ് വോളിയത്തോടു കൂടി ഈ റെസിസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യുകയാണ്. ആ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടെ വന്നൊരു ക്ലിയർ ഒരു ഒരു റെസിസ്റ്റൻസിൽ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യും, ഹ്യൂജായിട്ട് മാർക്കറ്റ് മൂവ് ആവുകയാണ് ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ ഒരു വോളിയത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ബയേഴ്സ് ഇവിടെ ഡോമിനൻ്റ് ആണ്. ഇവിടെ ഓരോ അതായത് നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവിൽ, അതായത് ഈ മുകളിലോട്ട് മൂവിൽ റൈസിങ് വോളിയം, ഇതിനകത്ത് എന്താ സംഭവിച്ചത്? ഡിക്ലൈനിങ് വോളിയം. തിരിച്ച് ഈ ഏരിയയിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? റൈസിങ് വോളിയം. ഈ ഏരിയയിൽ സെല്ലിങ്, ഈ ഒരു റെസിസ്റ്റൻസിൽ സെല്ലിങ് എന്ന് പറഞ്ഞ് കാണിക്കാം. ഈ ഏരിയയിൽ എവിടെയെങ്കിലും എപ്പോൾ ഈ ഒരു ഏരിയയിൽ എപ്പോൾ ഡോമിനൻ്റ് ആകുന്നു, അതായത് ഏതാണോ റെഡ് ക്യാൻഡിലിനെ എബോവ്, ഈ ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് ആ ഏരിയ തന്നെയുള്ള വോളിയത്തിനെയും ക്യാൻഡിലിനെയും വോളിയവും ക്യാൻഡിലും രണ്ടും എപ്പോൾ ആ റെഡ് ക്യാൻഡിലിനെ ഓവർകം ചെയ്യുന്നു, അതിന് മുകളിലോട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ ചെറിയൊരു സ്റ്റോപ്പ് ലോസോട് കൂടി ഡീപ്പ് ഇൻ ദ മണി മാത്രം എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു മൂവിൽ, ഈ ഒരു മൂവിൽ 100-150 പോയിന്റിൻ്റെ പ്രീമിയം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതൊരു ഉദാഹരണം. അതിനുശേഷം നടന്ന കാര്യം നോക്കുക. അതിനുശേഷം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നടന്നത്. മാർക്കറ്റ് മുകളിൽ പോയി, തൊട്ടടുത്ത റെസിസ്റ്റൻസ്
ഞാൻ ഓൾറെഡി ഇത് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തൊക്കെയാണ് ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത റെസിസ്റ്റൻസിലെത്തി മാർക്കറ്റ്. പിന്നെയും ഇവിടെ എന്താണ് സംഭവിച്ചത്? റൈസിങ് വോളിയത്തോടുകൂടി, ഓക്കെ, റൈസിങ് വോളിയത്തോടു കൂടിയാണ് മാർക്കറ്റ് ഈ അടുത്ത റെസിസ്റ്റൻസിന് അപ്രോച്ച് ചെയ്തതിന് ശേഷം ഇവിടെ സെല്ലിംഗ് വരികയാണ്. സെല്ലിംഗ് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ താഴെ നോക്കുക, ഡിക്ലൈനിങ് വോളിയമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ പിന്നെയും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ബയേഴ്സ് സ്ട്രോങ് ആണ്. എങ്ങനെ മനസ്സിലാക്കാം? റൈസിങ് വോളിയത്തോടു കൂടിയാണ് അത് ബ്രേക്ക് ചെയ്തത്. റൈസിങ് വോളിയം ഒരു സിംഗിൾ ക്യാൻഡിൽ റൈസിങ് വോളിയം അല്ല, ഇത് റൈസിങ് ആണ്, മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒറ്റ ക്യാൻഡിൽ മാത്രമല്ല ഇങ്ങനെ വലിയൊരു ഇതുപോലെ ഉണ്ടാക്കി അതിനെ താഴെയുള്ള ഇങ്ങനെ അല്ല അതിന് മുന്നേ ഇങ്ങനെ ചെറുതായിട്ടല്ല നിന്ന് വെച്ച് ഇതിങ്ങനെ റൈസിങ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുന്നത്, റൈസിങ് ആണ്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇവിടെ ബയേഴ്സ് ഡോമിനൻ്റ് ആകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വന്നു. തൊട്ടടുത്ത് എന്താ സംഭവിച്ചത്? ഇവിടെ വന്ന് ഒരു ക്ലിയർ ഒരു ട്രയാങ്കിൾ പാറ്റേൺ അല്ലെങ്കിൽ ഒരു പെൻ ആൻഡ് പാറ്റേൺ എന്നൊക്കെ പറയാം. അതിൻ്റെ മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്ത ഉടനെ റെസിസ്റ്റൻസിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. ബ്രേക്ക്ഔട്ടിൽ റെസിസ്റ്റൻസിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. തിരിച്ച റീടെസ്റ്റ് ഈ ട്രെൻഡ് ലൈനിൽ തന്നെ റീടെസ്റ്റ് ചെയ്തതും ക്വിക്കായിട്ട് മൂവ് തരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോക്കി എപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നത്, എപ്പോൾ ഈ ബ്രേക്ക്ഔട്ടിന് ശേഷം ഓക്കെ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു ക്യാൻഡിൽ ആദ്യമേ ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ലൈവ് മാർക്കറ്റിൽ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ തന്നതിന് ശേഷമാണ് ബ്രേക്ക്ഔട്ട് തന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം എപ്പോൾ ഈ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ ഒരു വോളിയം എപ്പോൾ അതിനെ വോളിയം പ്ലസ് ക്യാൻഡിൽ എപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നു അല്ലെ എൻഗൾഫ് ചെയ്യുന്നു, അവിടെ നിങ്ങൾ എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വോളിയത്തിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ എൻട്രി. പിന്നെ ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓൾറെഡി വലിയൊരു മൂവ് തന്നു കഴിഞ്ഞു. വലിയൊരു മൂവ് എങ്ങനെയാണ് തന്നു കഴിഞ്ഞത്? വിത്ത് റൈസിങ് വോളിയത്തോടു കൂടിയാണ് മൂവ് തന്നത്. അതിനുശേഷം അതിനുശേഷമുള്ളൊരു മൂവ് നോക്കുക, ഇങ്ങനെ മുകളിലോട്ട് പോയി. ഓക്കെ, ഇവിടെയും റൈസിങ് വോളിയമാണ്. അതിനുശേഷം എക്സാക്റ്റ് അടുത്ത റെസിസ്റ്റൻസിലെത്തുന്നു, അതിന് ബ്രേക്ക്ഔട്ട് നടത്തുന്നു. ഇപ്പോൾ മാർക്കറ്റ് വോളറ്റൈലാകാൻ സ്റ്റാർട്ടായി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഓരോ ഹൈയിൽ കയറുന്നവരെയും മാർക്കറ്റ് റിമൂവ് ചെയ്യും. എങ്ങനെ സംഭവിക്കും? ഓരോ ഹൈയിൽ കയറുന്നവരെയും മാർക്കറ്റ് റിമൂവ് ചെയ്യും. ബട്ട് മാർക്കറ്റിന് മുകളിലോട്ട് പോകണം. അപ്പോൾ എന്ത് ചെയ്യും? വോളറ്റൈലാണ് മാർക്കറ്റിൽ പ്രീമിയംസിനെ ഒന്ന് ബാലൻസ് ചെയ്യണം എന്ന് വെച്ചാൽ ബോത്ത് സൈഡിലെ പ്രീമിയം നല്ല രീതിയിൽ മൂവ് ആവും. ഓക്കെ, പ്രീമിയം വലിയ എമൗണ്ട് ആവും. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് കറക്ഷൻ ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഓരോ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും താഴ്ത്തു വരും, അടുത്ത ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും താഴ്ത്തു വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും നമുക്ക് എന്താണ് സംഭവിക്കുക? ഒരു ചാനൽ പാറ്റേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലുള്ള എന്തെങ്കിലും ഒരു പാറ്റേൺസോ കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ബ്രേക്ക് ഡൗണിൽ നമ്മൾ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കാൻ നോക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട എന്താണ്? വോളിയമാണ്. ഇവിടെയൊക്കെ റൈസിങ് വോളിയമാണ്, മുകളിലോട്ട് റൈസിങ് വോളിയമാണ്. ഈ ഏരിയയിൽ മുകളിലോട്ട് പോകുന്തോറും റൈസിങ് വോളിയം. മാർക്കറ്റ് അവരുടെ ലോ നോക്കുക, ഓരോ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും ലോ ഡിക്ലൈനിങ് വോളിയമാണ് വരുന്നത്. ഓക്കെ, ഓരോ റെസിസ്റ്റൻസിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഡിക്ലൈനിങ് ആയിട്ടാണ് മാർക്കറ്റ് ഈ ഏരിയയിൽ നോക്കുക. ഈ ഏരിയയിൽ ഫുള്ളായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുള്ളായിട്ട് എന്താ സംഭവിച്ചത്? വോളിയം ഇല്ല, മാർക്കറ്റ് ചത്തതുപോലെയാണ് കിടന്നുവെച്ചത്. അങ്ങനെ ചത്തതുപോലെ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെ എൻട്രി എടുക്കണം? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അവിടെ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഇവിടെ ഇതേപോലെ എന്തെങ്കിലും ഒരു ചാനലോ ട്രെൻഡ് ലൈനോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു. ഓക്കെ, ഇവിടെ നിയർലി സപ്പോർട്ടിനോട് നിന്ന് മൂവായി, പിന്നെയും ഈ ഏരിയയിൽ സപ്പോർട്ട് എടുത്തു. അപ്പോൾ എന്താണ് നമ്മൾ നോക്കിയാൽ നമ്മുടെ വ്യൂ എങ്ങനെ ഇരിക്കണം? ഈ ഒരു അപ്പ് സൈഡിലോട്ട് വ്യൂ ആയിരിക്കും. ബിക്കോസ് ഇതിന് താഴെ ബ്രേക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത സ്വിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചർ ചാർട്ടിലോ സ്പോട്ട് ചാർട്ടിലോ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കിട്ടില്ല. ഓക്കെ, ഇത് വന്ന് ബ്രേക്ക് ചെയ്യത്തില്ല. ഇതിന് നോക്കേണ്ടത് പ്രീമിയം ചാർട്ടിനകത്ത് പോയി നോക്കുക. ഓക്കെ, ആ സമയത്ത് വോളറ്റിലിറ്റി ക്രിയേഷനിൽ ഓക്കെ ഇതിന് താഴെ ഒരു 4 ഇത് സപ്പോസ് ഇതൊരു 400 ആണെന്ന് വെച്ചോ. ഇത് സപ്പോസ് പ്രീമിയം ഇതിന് ഏതെങ്കിലും ഒരു ഇൻ ദ മണി സ്ട്രൈക്ക്. ഓക്കെ, കോൾ സെല്ലിൽ ഇൻ ദ മണി സ്ട്രൈക്ക് എടുക്കുക. ഓക്കെ, ഇൻ ദ മണി സ്ട്രൈക്കിൽ ഈ ഒരു മൂവ് ഈ ഒരു മൂവ് വന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ ലോ ഒരു 400 ആണെന്ന് നോക്കുക. ഓക്കെ, 400 ആണെങ്കിൽ ഒരു 5 പോയിന്റ് താഴത്തായിട്ട് ഒരു 5 പോയിന്റ് താഴത്തായിട്ട് 395 എൻട്രി ഇടുക.
100% ആയിട്ട് ഈ ഏരിയയിൽ ഈ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് 395 ഒരു 390 വരെയൊക്കെ പോകാൻ സാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ 390 എന്നൊരു പുഷ് മുകളിലോട്ട് കിട്ടും. ഓക്കെ, പുഷ് കിട്ടുമ്പോൾ തന്നെ ചെറിയൊരു സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ആകാം, എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ അടിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റും കിട്ടാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അതിനൊപ്പം തന്നെ കൺഫർമേഷനായിട്ട് എന്താ ചെയ്യേണ്ടത്, കൺഫർമേഷനായിട്ട് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ പാറ്റേൺ കൂടി ഇവിടെ ക്രിയേറ്റ് ടൈറ്റ് റേഞ്ചിലായിട്ടാണ്. ഓക്കെ, ഒരു മാർക്കറ്റ് ഒരു ടൈറ്റ് റേഞ്ച് തന്നിട്ടാണ് ബ്രേക്ക് ഡൗൺ തരുന്നത്. ഓക്കെ, ബ്രേക്ക് ഡൗൺ തന്നത് വിത്ത് വലിയൊരു ക്യാൻഡിലായിട്ട് കൂടിയാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ബ്രേക്ക് ചെയ്തേക്കുന്നത്. അപ്പം ബ്രേക്ക് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് നോക്കുക. ഇവിടെ എന്താ സംഭവിച്ചത്, വിത്ത് എന്ത് വോളിയമാണ്, ഷോർട്ട് സൈഡിലോട്ടുള്ള വോളിയമാണ്. ബിക്കോസ് ഓൾറെഡി അപ്പ് സൈഡിലോട്ട് ഒരു അപ് ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരു അപ് ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് മുന്നേ അപ്പ് സൈഡിൽ നല്ല വോളിയമുണ്ട്. അതിനുശേഷം ഇത്രയും ചത്ത വോളിയം. ഓക്കെ, ചത്ത വോളിയത്തിന് ശേഷം ഇതൊരു ട്രെൻഡ് ലൈൻ വലിയൊരു ബിഗ് ഫോളോട് വലിയൊരു വോളിയത്തോടു കൂടി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഇത് മാർക്കറ്റ് കണ്ടിന്യൂ തരികയാണെങ്കിൽ ഓക്കെ, കണ്ടിന്യൂ ഇത് താഴത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് വിചാരിക്കും ഇതിന് സ്ട്രെങ്ത് ഉണ്ട്, നല്ല രീതിയിൽ പോകാം. അങ്ങനെയുള്ള നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ക്യാച്ച് ചെയ്യാൻ. ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ട്രാപ്പിനകത്തുള്ള ഗുണം എന്താ, ഇത്രയും വലിയൊരു ക്യാൻഡിൽ നമ്മൾ ഇവിടെ ട്രാപ്പിംഗ് വോളിയം കാണിച്ചു. ഇവിടെ ഇവിടെ ട്രാപ്പിംഗ് വോളിയം കാണിച്ചു. മാർക്കറ്റ് തിരിച്ചു വന്ന് റീടെസ്റ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ, പിന്നെ ഈ ഏരിയ വരുന്നു, റീടെസ്റ്റ് ചെയ്യുന്നു. ഒരു വട്ടമായി 2 വട്ടമായി മാർക്കറ്റിന് ഇവിടുന്ന് കണ്ടിന്യൂ താഴത്ത് പോകാമായിരുന്നു വോളിയത്തോടു കൂടിയാണ്. ഓക്കെ, പോയില്ല. ബിക്കോസ് ഈ ഏരിയയിൽ വന്നിട്ട് പോകാമായിരുന്നു, അവിടെ നിന്നും പോയില്ല. നോക്കുക, അതിനുശേഷം റീടെസ്റ്റ് ചെയ്യാൻ നേരത്തേക്ക് വോളിയം നോക്കുക. ഓക്കെ, ചെറിയ ചെറിയ വോളിയംസ് ആണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് പിന്നെയും അപ്രോച്ച് ചെയ്യുകയാണ് റീടെസ്റ്റിൽ. അവിടെയും ചത്ത വോളിയം, ഡിക്ലൈനിങ് വോളിയമാണ് ഈ ഏരിയയിലും. ഓക്കെ, അതിനുശേഷം പിന്നെയും മാർക്കറ്റ് ഈ ഏരിയ അപ്രോച്ച് ചെയ്യുന്നു. 1 2 3 4. ഓക്കെ, 4 വട്ടം ഈ ട്രെൻഡ് ലൈനെ തന്നെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണം. ഈ അപ്രോച്ച് ചെയ്തപ്പോഴും എന്താ സംഭവിച്ചത്, ഡിക്ലൈനിങ് വോളിയം. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കിയെടുക്കാം, ഈ വന്ന സെല്ലേഴ്സ് ബിൽ വളരെ വീക്കായിട്ടുണ്ട്. നമ്മൾ എന്താണ് ഉദ്ദേശിക്കേണ്ടത്, ഇപ്പം ഏതാണോ എവിടെയാണോ ഓക്കെ എവിടെയാണോ ഒരു റെസിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിൽ ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഓക്കെ, ആ റെഡ് ക്യാൻഡിൽ ഓക്കെ ആ റെഡ് ക്യാൻഡിലിനൊപ്പം ഓക്കെ അതിൻ്റെ വോളിയത്തിനും എപ്പോൾ ഒരു വോളിയം ക്യാൻഡിലും ഒരു ക്യാൻഡിലും എപ്പോൾ അതിനെ എൻഗൾഫ് ചെയ്യുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് മുകളിലോട്ട് എൻട്രി എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇത് വളരെ ഞാൻ ശ്രദ്ധിച്ച് ഓക്കെ കണ്ടെത്തിയ ഒരു എൻ്റേതായിട്ട് എൻ്റെ തന്നെ എന്നുള്ള സെറ്റപ്പ് ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് ഞാൻ പലവിധ വീഡിയോസ് കുറേ സൈക്കോളജിക്കൽ വീഡിയോസ് എല്ലാം കണ്ട് അതിനകത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത പോയിന്റ്സുകളെല്ലാം നേടി ആഡ് ചെയ്ത് ഞാൻ തന്നെ റിസർച്ച് ചെയ്തെടുത്തൊരു വോളിയം ട്രാപ്പ് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് എത്രത്തോളം സെറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഡയറക്ഷൻ അറിയാമെങ്കിൽ നമുക്ക് ട്രാപ്റ്റോടെ മല്ലുവിൻ്റെ ചാനലിനകത്ത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഡയറക്ഷനെ കുറിച്ച് മാർക്കറ്റ് മേക്കേഴ്സ് എങ്ങനെ ട്രാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് എങ്ങനെ മൂവ് ആകുന്നു എന്നുള്ള 100-ലധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്ഷനെ കുറിച്ച് ഏകദേശം നല്ലൊരു ഐഡിയ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ ഈ വോളിയത്തിൻ്റെയും കൂടി സെറ്റപ്സിനെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് ഫൈനലായിട്ട് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏതൊരു സെറ്റപ്പിനകത്ത് ഒരു എൻട്രി, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എൻട്രി ഉണ്ട്, ബട്ട് നിങ്ങൾ ഇവിടെ എൻട്രി എടുക്കാതിരിക്കാൻ ചെയ്യുക. നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ലോസ് ഇടാൻ ആഗ്രഹിക്കുന്നു, ഓക്കെ, അതായത് നിങ്ങൾ ഈ ഏരിയയിലാണ് ഒരു എൻട്രി എടുക്കാൻ. ഓക്കെ, മാർക്കറ്റ് വന്നു, ഒരു വട്ടം വന്നു, രണ്ടാമത്തെ വട്ടം വന്നു. അപ്പോൾ നിങ്ങൾ ഇതിന് മുകളിൽ ഞാനൊരു എൻട്രി എടുത്താൽ ഇതിന് മുകളിൽ പോയി എൻട്രി ഇടാം. നോ, അങ്ങനെ ചെയ്യാൻ സാധിക്കരുത്. ഇതിന് മുകളിൽ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ ഏരിയയിലായിരിക്കും സ്റ്റോപ്പ് ലോസ് ഇടുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഏരിയയിൽ നിങ്ങളുടെ എൻട്രി ഈ ഏരിയയിലായിരിക്കും നിങ്ങൾ എൻട്രി കൊണ്ട് നിങ്ങൾ എവിടെ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ, അല്ലാതെ നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നു, എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നിടത്ത് എൻട്രി എടുക്കാതെ നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെ എൻട്രി എടുക്കാൻ ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് 10 ട്രേഡിൽ 7 വട്ടമെങ്കിലും നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നിങ്ങളുടെ സ്റ്റോപ്പ് ലോസസിൻ്റെ ഏരിയയിൽ വന്നിരിക്കും. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസസ് വൈഡാകുകയും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടാകാതെ സംരക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം എൻ്റെ വീഡിയോ ഞാൻ പറയുന്നത് കണ്ട് മാത്രം ട്രൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സ്വന്തമായിട്ടുള്ള റിസ്ക് റിവാർഡുകൾ സ്വന്തമായിട്ടുള്ള അനാലിസിസ് കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. ട്രേഡിങ്ങിൽ ആരെയും പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസിൽ എഡ്യൂക്കേഷണൽ വീഡിയോസാണ്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കുന്ന വീഡിയോസാണ്. ഇതിനകത്ത് നല്ല നല്ല പോയിന്റുകളെ ഗ്രാബ് ചെയ്യുക. നിങ്ങളുടെ സെറ്റപ്പുമായിട്ട്
ചേർത്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോകൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.